ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റിലീസായ ഹൈസ്കൂൾ റിട്ടേൺ ഓഫ് എ ഗാങ്സ്റ്റർ എന്നൊരു ആക്ഷൻ കോമഡി സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കിമ്മിനെയും ചോയിനെയും കാണിച്ചുകൊണ്ടാണ്. ചോയിയെയും കൂട്ടി കിം നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് കിം കാണുന്നത് ദംസൂനെയും ജോങ്ങിനെയുമാണ്. ഇവരെന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. കിമ്മിനെ കിഡ്നാപ്പ് ചെയ്ത ആ ദിവസം കിം ഡങ്സൂനോട് പറഞ്ഞ കാര്യവും കിമ്മിനോട് അവൻ പറഞ്ഞ കാര്യവും ഇവർ രണ്ടുപേരും ആലോചിക്കുന്നു. കിമ്മും ചോയും നേരെ പോയത് ഒരു ബീച്ചിലേക്കാണ്. അവരിരുവരും എല്ലാം മറന്ന് കടലിൽ കളിച്ചുകൊണ്ടിരിക്കെ കുറച്ചു മാറിയായി അവരെ നിരീക്ഷിച്ചുകൊണ്ട് ഡങ്സുവും ജോങ്ങും നിൽക്കുന്നുണ്ട്. അവർ ഷോപ്പിങ്ങിനായി പോയതും ഇതുവരെ പിന്തുടർന്നുകൊണ്ട് മറ്റവരും പോകുന്നു. കിം മുമ്പൊരിക്കൽ ചോയ് പറഞ്ഞ ആഗ്രഹപ്രകാരം പോലെ കിം ചോയിയെ അവിടെ വെച്ച് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നു. ആദ്യമൊക്കെ അവൻ വീഴുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ നന്നായി തന്നെ ഓടിക്കുന്നു. ശേഷം കിമ്മും ചോയും ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതും അവരെ നിരീക്ഷിച്ചുകൊണ്ട് ദംസു ജോങ്ങും പുറത്തു നിൽക്കുന്നുണ്ട്. ശേഷം രാത്രിയായതിനാൽ തന്നെ താമസിക്കാനായി അവർ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. എന്നാൽ ഇരുവരും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ആയതിനാലും പ്രായപൂർത്തിയാകാത്തതിനാലും ഹോട്ടൽ ജീവനക്കാർ അവരെ അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല. കിം അവരോട് ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവർ അതിന് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവർ. ആ സമയം അവർക്കൊരു സ്ഥലം ഓർമ്മ വരും. ശേഷം അവർ അവിടേക്ക് പോകുന്നു. ആദ്യം അയാൾ അവർക്ക് റൂം കൊടുക്കുന്നില്ലെങ്കിലും കിം അയാളോട് ചിൽസങ് ഗ്യാങ്ങിനെ പറ്റിയും കിന്ദു പാലിനെ കുറിച്ചും അയാളും തമ്മിലുള്ള മുമ്പ് നടന്നൊരു ഇടപാടിനെ പറ്റിയും പറഞ്ഞതും അയാൾ അവർക്ക് റൂമിൻ്റെ കീ കൊടുക്കുന്നു. അവരെ പിന്തുടർന്ന് അവിടേക്കെത്തിയ ഡങ്സൂനോടും ജോങ്ങിനോടും അയാൾ കിങ്ഡു പാൽ എനിക്ക് ഉറപ്പ് തന്നാണ് ആ കാര്യം ആരോടും പറയില്ല എന്ന്. പക്ഷെ എന്തിന് കിങ്ഡു പാൽ ആ പയ്യനോടത് പറഞ്ഞു എന്നയാൾ അവരോട് ചോദിക്കുന്നു. ശേഷം റൂമിലേക്ക് കയറിയ ചോയ് അവനോട് നീ ഇവിടെ മുമ്പ് താമസിച്ചിട്ടുണ്ടോ? അയാൾ എന്താ നമുക്ക് കിങ്ഡു പാലിൻ്റെ പേര് പറഞ്ഞപ്പോൾ കീ തന്നത്? നിന്റെ ആരെങ്കിലും ഗാങ്സ്റ്റേഴ്സ് ആയിരുന്നോ? തുടങ്ങി ഓരോന്ന് ചോദിച്ചതും കിം അതിനെല്ലാം ഉത്തരം കൊടുക്കുന്നു. ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ട കിം ചുവരിൻ്റെ അടുത്തേക്ക് പോയി നിന്നതും അവൻ ഡങ്സുവും ജോങ്ങും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഡങ്സുവും ജോങ്ങും സോങ് എന്ന ഈ പയ്യനും കിങ്ഡു പാലും തമ്മിലുള്ള ബന്ധം എങ്ങനെ കണ്ടുപിടിക്കും എന്ന പ്ലാനിങ്ങിലായിരുന്നു. ഞാൻ ഇന്ന് ഉറങ്ങില്ല. എവിടെ ഇരുന്നാൽ അപ്പുറത്തുള്ളവർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അവർ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കും. എനിക്ക് ഉറക്കം ഒരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയൊക്കെ എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ആള് പോത്തുപോലെ ഉറങ്ങുന്നത് കണ്ട് ഡങ്സു അവനെ തന്നെ നോക്കുന്നു. കിം ചോയുടെ മുറിവിന് ബാൻഡേജൊക്കെ ഒട്ടിച്ചു കൊടുത്ത് എന്താ പറ്റിയെന്ന് ചോദിച്ചതും ഞാൻ സ്വയം ചുമരിനെ ഇടിച്ചതാണെന്ന് അവൻ മറുപടി പറയുന്നു. ചോയിയെ അവൻ്റെ അച്ഛൻ മാനസികമായി ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവനെ ഒരു നല്ല കുട്ടിയാക്കുക എന്ന പേരിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. കിം മുമ്പ് ബുള്ളിങ്ങിന് ഇരയായതുപോലെ ചോയിയും ബുള്ളിങ്ങിന് ഇരയാവുകയാണ്. അതിന് കാരണം അവൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. ടോക്സിക് പാരൻറ്റിങ്ങിന് ഇരയാണ് ചോയ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാവയ്ക്ക് വേണ്ടി വാശി പിടിച്ചതിന് അവൻ്റെ അച്ഛൻ അവൻ്റെ മുന്നിൽ വെച്ച് അത് കത്തിച്ച് കളയുന്നു. തൻ്റെ നായയുമായി കളിക്കുന്നുണ്ടായ ചോയ് വീടിന് പുറത്തിറങ്ങിയതും ആ നായയും അവൻ്റെ പുറകെ ഇറങ്ങുന്നു. എന്നാൽ ഗേറ്റ് ശക്തിയിൽ അടഞ്ഞ് ആ നായ മരിക്കുന്നു. അവൻ്റെ അച്ഛൻ ആ നായയുടെ ശരീരം അവനെ നിർബന്ധിച്ച് കാണിച്ച് നീ ഒരു മോശം കുട്ടിയായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവനോട് പറയുന്നു. ചോയിയെ നിരീക്ഷിക്കാനായി അയാൾ അവൻ്റെ റൂമിൽ ക്യാമറ വെച്ചിരുന്നു. അവൻ അത് കണ്ടുപിടിച്ച് അയാളോട് അതിനെപ്പറ്റി ചോദിച്ചതും ജയഹോ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്ത ചോയും കിമ്മും ഒരുമിച്ചുള്ള ഫോട്ടോ അയാൾ അവനെ കാണിക്കുന്നു. അതും കൂടി കണ്ടതും അവന് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അയാളോട് ദേഷ്യപ്പെടുകയും ചുമരിൽ തല കൊണ്ട് ഇടിക്കുകയും ചെയ്ത് അവിടെ നിന്ന് നേരെ സോങ് ആത്മഹത്യ ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ട കിം അവനോട് ഇതൊന്നും നിന്റെ തെറ്റല്ല, നിന്റെ അച്ഛൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ശേഷം രാത്രി ഉറങ്ങിക്കിടന്ന ചോയിയെ നോക്കി തൻ്റെ ലക്ഷ്യങ്ങൾ എഴുതിയ ഡയറിയിൽ ഇപ്പോൾ ചോയ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കണമെന്നും കിം എഴുതുന്നു. ചോയിയുടെ ഫോൺ എടുത്ത് പുറത്തേക്കിറങ്ങി അത് ഓണാക്കിയതും അപ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ അതിൽ വിളിക്കുന്നു. അയാളോടായി കിം അവനെ നിങ്ങളെ പേടിയാണ്, അത് നല്ലതിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആദ്യം അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് കിം പറയും. അയാൾ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് എറിയുന്നു. ശേഷം പിറ്റേന്ന് രാവിലെ ഫോൺ കോളിൻ്റെ ശബ്ദം കേട്ടാണ് ജോങ് ഉണർന്നത്. അവൻ കോൾ എടുത്തതും കിം അവനോട് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരാൻ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് അവൻ ഡങ്സുവിനോട് ബോസ് വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞതും ഡങ്സു അവനോട് ബോസോ, ആരാ ചിൽസമാണോ എന്ന് ചോദിച്ചതും അല്ല കിങ്ഡു പാലാണെന്ന് ജോങ് മറുപടി പറയുന്നു. പെട്ടെന്നാണ് അവർക്ക് കാര്യം കത്തിയത്.
അവർ വേഗം കിം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. കിമ്മിൻ്റെ അടുത്ത് പോയി അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. കിം അവരോട് അവരെ പറ്റിയും അവരുടെ കുടുംബത്തെ പറ്റിയും പറയുന്നതും ഡോങ്സുവും ജോങ്ങും ഞെട്ടും. കാരണം കിം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡെങ്സുവിനും ജോങ്ങിനും കിങ് ഡുപാലിനും മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഇവൻ കരുതുന്നത് താനാണ് കിങ് ഡുപാൽ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഈ സോങ് കിങ് ഡുപാലിൻ്റെ മകനാണെന്നാണ്. അവൻ അത് തിരുത്താനും നിൽക്കുന്നില്ല. അവർ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് നീ ഞങ്ങളുടെ ബോസിൻ്റെ മകനാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ അങ്കിൾ എന്ന് വിളിക്കണം എന്ന് പറയുന്നു. ശേഷം ഡ്രൈവർ ഈ സമയം കിമ്മിനും ചോയ്ക്കും വേണ്ടി ഫുഡും യൂണിഫോമും കൊണ്ടുവന്ന് കൊടുക്കുന്നു. ചോയ് അവരുടെ അടുത്തേക്ക് വന്നതും ഇതെൻ്റെ അങ്കിളാണെന്ന് പറഞ്ഞ് അവരെ ചോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശേഷം സ്കൂളിലെത്തിയതും ചോയ് പേടിയോടെ ചുറ്റും നോക്കുന്നത് കിം ശ്രദ്ധിക്കുന്നു. ക്ലാസ്സിൽ കയറിയ കിം ജെയിമിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ജോങ് നിങ്ങളോട് പറഞ്ഞ കാര്യം ഇനി നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയും. പക്ഷെ അവരത് സീരിയസ് ആയി എടുക്കാത്തത് കൊണ്ട് കിം ജോങ്ങിനെ വിളിച്ച് കാര്യം പറയുന്നു. ജോങ് ജെയിമിൻ്റെ ഫ്രണ്ട്സിനോട് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞതും അവരത് വിശ്വസിക്കുന്നു. ഈ സമയം ക്ലാസ്സിലേക്ക് ടീച്ചർ വന്ന് കിമ്മിനെയും ചോയെയും വിളിച്ചു കൊണ്ടുപോകുന്നു. ചോയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് അവരെ ടീച്ചർ കൊണ്ടുപോകുന്നത്. അയാൾ ദേഷ്യപ്പെട്ട് സോങ് ആണ് തൻ്റെ മകനെ വഴിതെറ്റിക്കുന്നത് എന്ന് ടീച്ചറോട് പറയുന്നു. എനിക്ക് ചോയിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് അയാൾ പറയും. കിമ്മും ടീച്ചറും പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ കിമ്മിനോട് ടീച്ചർ നിങ്ങൾ ഇന്നലെ എവിടേക്കെങ്കിലും പോയിരുന്നോ എന്ന് ചോദിക്കും. ഞാനും അവനും ഇന്നലെ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു, പക്ഷെ ഞാനത് അവൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതാണ് എന്ന് അവൻ പറയുന്നു. പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ടീച്ചർ അവനോട് ചോദിക്കുന്നുണ്ട്. ചോയിയോടായി അയാൾ ഞാൻ സ്കൂൾ വയലൻസ് കമ്മിറ്റിയെ വിളിക്കും, അവരോട് നിന്നെ സോങ് ഉപദ്രവിച്ചതായി നീ പറയണമെന്ന് അയാൾ പറയുന്നു. എന്നാൽ അയാൾ പറയുന്നത് കേട്ട അവൻ ടെൻഷനായി അവിടെ തല കറങ്ങി വീഴുന്നു. ചോയിയെ ബെഡിൽ കിടത്തിയ ശേഷം കിം ചോയിലെ അച്ഛനോട് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അയാൾ ആദ്യം അതിന് തയ്യാറാവുന്നില്ല. കിം വീണ്ടും പറഞ്ഞതും അയാൾ പോകാൻ തയ്യാറാകുന്നു. കിം അയാളുടെ പാരന്റിങ്ങിനെ പറ്റി പറഞ്ഞതും അയാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ അവനെ അടിക്കാനായി പോയതും കിം അത് തടയും. എന്നിട്ട് അയാളോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായി അവൻ ഒരു ഗ്യാങ്ങിലുള്ള ആളാണെന്ന്. അയാളോട് ദേഷ്യപ്പെട്ട് കിം അവിടെ നിന്ന് പോകുന്നു. അയാൾ ഫോൺ എടുത്ത് പ്രിൻസിപ്പളിനെ വിളിക്കുന്നു. ശേഷം ചോയ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കിമ്മിനെയാണ്. അച്ഛൻ എവിടെ എന്ന് അവൻ ചോദിക്കും. അച്ഛൻ പോയി എന്ന് അവൻ മറുപടി പറയുന്നു. ശേഷം ഇവർ ഭക്ഷണം കഴിക്കാനായി പോയതും അവിടേക്ക് ജേഹോ വന്ന് ചോയുടെ തൊട്ടടുത്തായി ഇരിക്കുന്നു. എന്നിട്ട് അവൻ ഇവനോട് സംസാരിക്കാനായി തുടങ്ങിയതും ചോയ് അവനോട് കിമ്മിൻ്റെയും തൻ്റെയും ഫോട്ടോ എടുത്ത് അച്ഛൻ അയച്ചു കൊടുത്തതിനെ പറ്റി ചോദിച്ചുകൊണ്ട് അവനത് താല്പര്യമില്ലാതെ സംസാരിച്ചതുകൊണ്ടും ജേഹോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ശേഷം കിമ്മും ചോയും സ്റ്റഡി റൂമിലേക്ക് പോകുന്നു. കിമ്മിന് ജ്യൂസ് കൊടുക്കാറുള്ള ആ പെൺകുട്ടി അവൻ്റെ ടേബിളിൽ ജ്യൂസ് വെച്ച് അവനോട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ചോയ് സ്റ്റഡി റൂമിൽ നിന്ന് എഴുന്നേറ്റ് കിമ്മിൻ്റെ അടുത്തേക്ക് പോയി അവനിരുന്ന ഭാഗത്തായി ഒരു ചെറിയ കുറിപ്പ് ഒട്ടിക്കുന്നു. തൻ്റെ ഭാഗത്ത് നിന്നതിന് നന്ദി എന്നായിരുന്നു അവൻ ആ കുറിപ്പിൽ എഴുതിയിരുന്നത്. ശേഷം സോങ്ങിൻ്റെ അമ്മ മെഡിസിൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറുന്നു. ആ സെക്രട്ടറി ആയിരുന്നു അവർക്ക് ആ മെഡിസിൻ വാങ്ങി കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയുടെ പെരുമാറ്റം കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കിം താൻ വാങ്ങി വരാമെന്ന് പറഞ്ഞതും അവർ സമാധാനത്തോടെ റൂമിലേക്ക് പോകുന്നു. കിം ആ മരുന്നിൻ്റെ ബോട്ടിലെടുത്ത് ഫാർമസിയിലേക്ക് പോയതും അവിടെ ഉണ്ടായിരുന്ന ആൾ കിമ്മിനോട് ഈ മരുന്ന് അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു തരം മരുന്നാണ്, ഈ മരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചാൽ അവർ അതിന് അഡിക്റ്റായി മാറും, പിന്നീട് ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നവർ പറയുന്നു. കിം തൻ്റെ അമ്മ ഈ മരുന്ന് കിട്ടാത്തതിനാൽ പെരുമാറിയ രീതി അവൻ ഓർക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതും അവൻ ഡങ്സൂനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. തൻ്റെ മുന്നിൽ എത്രയും പെട്ടെന്ന് ആ സെക്രട്ടറിയെ എത്തിക്കണമെന്നും അവൻ ആവശ്യപ്പെടുന്നു. ഫോൺ വെച്ചതും ഡങ്സു ജോങ്ങിനോട് കാര്യം പറയുന്നു. ഈ സമയം അവിടേക്ക് ആ സെക്രട്ടറി വരുന്നു. അവളോട് ഡങ്സു ഞാൻ ഈ ഗ്യാങ് പിരിച്ചുവിടുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങളുടെ ബോസിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികളെയും ഫാമിലിയെയും വെച്ച് കളിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ബോസിൻ്റെ മകനെ സംരക്ഷിക്കേണ്ടത് അങ്കിൾ എന്ന നിലയിൽ ഞങ്ങളുടെ കർത്തവ്യമാണെന്ന് അവൻ പറയുന്നതും അത് കേട്ട് അവൾ നിങ്ങളിതെന്ത് മണ്ടത്തരമൊക്കെയാണ് പറയുന്നത്, സോങ് നിങ്ങളുടെ ബോസിൻ്റെ മകനാണെന്നാണോ എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവരെ അടിക്കാനായി പോയതും അവർ അവളെ പിടിച്ച് പുറത്താക്കുന്നു. പുറത്തുനിന്ന അവൾ ജെയിമിൻ്റെ ഫ്രണ്ട്സ് സോങ്ങിനെ പറ്റി സംസാരിക്കുന്നത് കേട്ട് അവരുടെ അടുത്ത് പോയി അവരോടായി സംസാരിക്കുന്നു. പിറ്റേ ദിവസം സ്കൂളിലേക്ക് വന്ന കിമ്മിനെ കണ്ട് കുട്ടികൾ അവനോടായി നീ ചോയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും എന്നാൽ അവർ പറഞ്ഞത് മനസ്സിലാവാത്ത സോങ് എന്താ സംഭവമെന്ന് അവരോട് ചോദിക്കുന്നു. ചോയെ കിം ഉപദ്രവിച്ചു എന്ന പേരിൽ സ്കൂൾ വയലൻസ് കമ്മിറ്റിയിൽ നിന്ന് പാരൻസിന് ഒരു നോട്ടീസ് പോയിരുന്നു. അവന് ആ നോട്ടീസ് ആ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നു.
ചോയുടെ അച്ഛൻ മറ്റു പാരൻസും ഒത്ത് ഒരു മീറ്റിംഗ് നടത്തി കിം മറ്റു കുട്ടികളെ ബുള്ളി ചെയ്യുന്നുണ്ടെന്നും മാത്രമല്ല അവൻ ഗാങ്സ്റ്റേഴ്സുമായി ബന്ധമുണ്ടെന്നും അവനെതിരെ കടുത്ത നടപടി തന്നെ എടുക്കണമെന്നും അയാൾ അവരോട് പറയുന്നു. ഇതേ സമയം ക്ലാസ്സിൽ നിന്നിറങ്ങിയ കിമ്മിൻ്റെ ഫോണിലേക്ക് പോലീസ് വിളിച്ച് നിനക്കെതിരെ കുറച്ച് കുട്ടികൾ കംപ്ലൈൻറ്റ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.